പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. 1789 ലോകത്ത് തന്നെ ഒരുപാട് ജനാധിപത്യ വിപ്ലവങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ജനാധിപത്യ വിപ്ലവങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള മഹത്തായ വിപ്ലവമാണ് 1789 ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പൊതുവെ ആ സമയത്ത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ മാറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഫ്രഞ്ച് സമൂഹത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ആ ഒരു 16, 17, 18 നൂറ്റാണ്ടുകളിലുള്ള യൂറോപ്യൻ ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റുകളെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളിൽ വളരെയധികം പ്രധാനമായിട്ടുള്ള ഒന്നാണ് പുസ്തകങ്ങൾ, എഴുതപ്പെട്ട അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളും ലേഖനങ്ങളും. അതായത് എൻലൈറ്റൻമെന്റിന് ശേഷം അല്ലെങ്കിൽ റിനൈസൻസിന് ശേഷം ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ യൂറോപ്പില് പൊളിറ്റിക്കൽ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, അവയിൽ വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഫിലോസഫറാണ് റൂസോ, ജെ റൂസോ. അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞ പുസ്തകവും, ആ പുസ്തകത്തില് അദ്ദേഹം വളരെ നിശിതമായിട്ട് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയെ എതിർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, റെപ്രസെന്റേഷനിൽ എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ആളുകൾ അവരുടെ സോവറൈനിറ്റിയെ മറ്റൊരാൾ റെപ്രസെന്റ് ചെയ്യുന്നതിലൂടെ അതിന്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടു പോയി. അതിന്റെ ഒരു ഇന്റേണൽ ബീയിങ് അല്ലെങ്കിൽ ജനങ്ങളുടെ സോവറൈനിറ്റി നഷ്ടപ്പെട്ടു പോയി എന്നാണ് റൂസോ പറയുന്നത്. അതിന് അയാൾ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരിക്കലും തന്നെ ജനങ്ങളുടെ സോവറൈനിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും, മറ്റൊരാൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഅലീനബിൾ ആണ്. അതായത് നമ്മളിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ജനങ്ങളുടെ സോവറൈനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും മറ്റൊരാളിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് റൂസോ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞ അതായത് നോർമൽ ആയിട്ടുള്ള ഡയറക്റ്റ് ഡെമോക്രസിയാണ്. അതുകൊണ്ടാവാം റൂസോ അദ്ദേഹത്തിന്റെ ഐഡിയൽ സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഐഡിയൽ പോപ്പുലേഷൻ ആയിട്ട് റൂസോ പറയുന്നത് 10,000 ജനങ്ങൾ, 10,000 ആണ് ഒരു രാജ്യത്തിന്റെ ഐഡിയൽ ആയിട്ടുള്ള പോപ്പുലേഷൻ. കാരണം അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഡയറക്റ്റ് ഡെമോക്രസി നടക്കുകയുള്ളൂ. അപ്പോ റൂസോ പറയുന്നത് ഒന്നുകിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളാവാം, ആ സ്റ്റേറ്റുകളിൽ ഡയറക്റ്റ് ഡെമോക്രസി നടത്താം. പക്ഷെ അവിടെയും അദ്ദേഹം പ്രശ്നം പറയുന്നത്, ഈ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് അല്ലെങ്കിൽ ഗ്രീക്കിൽ ഉണ്ടായിരുന്ന സിറ്റി സ്റ്റേറ്റ് പോലെയുള്ള ഒരു സംവിധാനം ആധുനിക രാഷ്ട്രഘടനയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റൊരു എലമെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ സോവറൈനിറ്റി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ അദ്ദേഹം വെക്കുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ജനറലി പറയാൻ പറ്റും, അദ്ദേഹമാണ് ഈ ജനറൽ വിൽ എന്ന് സമൂഹത്തിന്റെ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒരു ധാരണയിലെത്തുന്ന ഒരു കോമൺ വില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ജനറൽ വില്ലിനെ കുറിച്ച് സംസാരിച്ച ആൾ റൂസോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോമോജീനസ് ഇൻട്രസ്റ്റ്, സമൂഹത്തിലെ എല്ലാവരുടെയും പൊതുവായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായത്തെ കുറിച്ചാണ് റൂസോ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്സും ഈ ഒരു റൂസോയുടെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിക്കെതിരെയുള്ള ക്രിറ്റിസിസത്തില് വളരെയധികം ആകർഷണമാവുന്നുണ്ട് മാർക്സ്. പക്ഷെ അതുകൊണ്ട് തന്നെ അതുപോലെ മാർക്സിന്റെ റൂസോയുടെ ഈ ഹോമോജിനസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഐഡിയയിൽ അദ്ദേഹം ആകർഷണമാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഇവിടെ മാർക്സിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അല്ലെങ്കിൽ മാർക്സ് നോക്കിക്കാണുന്ന രീതിയിൽ ഈ റൂസോയെ അല്ലെങ്കിൽ റൂസോ പറഞ്ഞ ഈ ഒരു ഐഡിയയെ നോക്കിക്കാണുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ
മാർക്സ് കാണുന്ന ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഈ ഒരു ഹോമോജീനസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒന്ന് സാധ്യമല്ല. കാരണം മാർക്സിന്റെ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എല്ലായ്പ്പോഴും ക്ലാസ് ആന്റഗോണിസം ഉണ്ടാവും, ക്ലാസ് റൈവൽറി ഉണ്ടാവും, ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഒരു ക്ലാസിന്റെ താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ക്ലാസിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കും, ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്സ് പറയുന്നത് ഒരു ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിയിൽ, ക്യാപിറ്റലിസം പോലെയുള്ള ഒരു ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിയിൽ ഒരിക്കലും ഹോമോജിനസ് ഇൻട്രസ്റ്റ്, ലിബറൽ ഡെമോക്രസി പറയുന്നത് പോലെയുള്ള ഒരു റിക്കൺസിലേഷൻ അല്ലെങ്കിൽ റിക്കൺസിലേഷൻ അല്ല, ലിബറൽ ഡെമോക്രസിയിൽ പറയുന്നത് പോലെയുള്ള എല്ലാവരുടെയും ഒരു ഹോമോജിനസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ ഒരുമിച്ച് വെച്ച് ഒരു കോമൺ ഇൻട്രസ്റ്റ് രൂപീകരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള ഒരു സംഗതി പോസിബിൾ അല്ല എന്ന് മാർക്സ് പറയുന്നത്. കാരണം ഇത്രയും ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ഒന്ന് സാധ്യമല്ല എന്നാണ് മാർക്സ് പറയുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ്. കാരണം റൂസോ ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ച് വന്നിട്ട് റൂസോ അതൊന്നും പറയാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ മാർക്സ് അതിനൊരു സൊല്യൂഷൻ വെക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം, അതായത് ഹോമോജിനസ് ഇൻട്രസ്റ്റ് ഏറ്റവും അല്ലെങ്കിൽ ഈ ഒരു ഹോമോജിനസ് ഇൻട്രസ്റ്റ് പോസിബിൾ ആകുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ മാർക്സ് കാണുന്നുള്ളൂ. അത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. കാരണം ഇവിടെ ഒരു ഹോമോജിനിറ്റിക്ക് പ്രശ്നമായിട്ട് വരുന്നത് ക്ലാസ് ആന്റഗോണിസം ആണ്. അപ്പൊ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഒരു ഹോമോജിനസ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതിലൂടെയാണ് ഡെമോക്രസി സാധ്യമാകുന്നത്. അപ്പൊ ഈ ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലോട്ട് എത്തുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ് ദ ബെസ്റ്റ് നമുക്ക് പോസിബിൾ ആകുന്ന ഏറ്റവും ബെസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇൻ എ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് which represent the uniform interest of the working class. വർക്കിംഗ് ക്ലാസിന്റെ എല്ലാവരുടെയും യൂണിഫോം ഇൻട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിലാണ് ഇങ്ങനെ ഒരു ഹോമോജിനസ് ഇൻട്രസ്റ്റ് പോസിബിൾ ആവുള്ളൂ എന്ന് മാർക്സ് കരുതുന്നുണ്ട്. അപ്പോ ഈ ഒരു സോഷ്യലിസ്റ്റ് റെവല്യൂഷന് ശേഷം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ, ഒരു സോഷ്യലിസ്റ്റ് റെവല്യൂഷന് ശേഷം ഇപ്പോ ഈ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ റൂസോ ഡിനൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൂസോ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ചെറിയ രീതിയിലെങ്കിലും പോസിബിൾ ആക്കുക എന്നുള്ളതിനൊക്കെ മാർക്സ് പറയുന്നതിനൊരു ഉത്തരം അദ്ദേഹത്തിന്റെ സോഷ്യൽ റെവല്യൂഷന് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ there will be something called a commune system ഉണ്ടാവും. കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാന്ധി എല്ലാം പറഞ്ഞതുപോലെയുള്ള ചെറിയ ഗ്രാമങ്ങൾ, ഗാന്ധിയുടെ ഗ്രാമസ്വരാജിലൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ അസോസിയേഷൻ ഓഫ് പീപ്പിൾ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കും. സെൽഫ് സഫിഷ്യന്റ് ആവണം എന്നില്ല, ഒരുമിച്ച് ജോലി ചെയ്യുന്ന, ദേ വർക്ക് ടുഗദർ ആൻഡ് ദേ ഹാവ് എ കളക്റ്റീവ് അല്ലെങ്കിൽ കോമൺ ഓണർഷിപ്പ് ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സമ്പ്രദായത്തെ കുറിച്ചാണ് ഇവിടെ മാർക്സ് പറയുന്നത് ഈ കമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത്. അപ്പോ ഈ ആൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇവരുടെ കാര്യങ്ങൾ ഇവരിന് തീരുമാനം എടുക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അഫയേഴ്സ് അവർ തന്നെ മാനേജ് ചെയ്യും. കാരണം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ ഈ ഒരു ചെറിയ കമ്മ്യൂണിനകത്ത് നിന്നുകൊണ്ട് ഇതിനേക്കാളും വലിയൊരു ലാർജർ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലോട്ട് ആവശ്യമായ ഡെലിഗേറ്റ്സിന് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സിനെ ഇവര് തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇവര് തെരഞ്ഞെടുത്തിട്ട് പിന്നെ ആ ഡെലിഗേറ്റ്സ് ഇറങ്ങുന്ന സംഘം അതിന് മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിലോട്ട് ഡെലിഗേറ്റ്സിന് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷനെ കുറിച്ചാണ് മാർക്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ അയച്ച അല്ലെങ്കിൽ തങ്ങളെ ഡെലിഗേറ്റ് ആക്കിയിട്ട് തങ്ങളെ താഴെക്കെട്ടിലുള്ള ആളുകളുമായിട്ട് കൂടിയാലോചിക്കാതെ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്കെതിരെ ഒരു തീരുമാനം എടുക്കാൻ ഈ ഡെലിഗേറ്റ്സിന് കഴിയില്ല. അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അവരെ പുറത്താക്കാനുള്ള അവകാശവും ഇവർക്കുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് കമ്മ്യൂൺ സിസ്റ്റം. അതായത് ഈ സോഷ്യലിസ്റ്റ് റെവല്യൂഷന് ശേഷം ഉണ്ടാവുന്ന സൊസൈറ്റിയിലെ സിസ്റ്റമാണ് കമ്മ്യൂൺ സിസ്റ്റമായിട്ട് മാർക്സ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇതിനെ കുറിച്ചാണ്
അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റേഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാർക്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി ഈ 1917 റഷ്യൻ റവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയനിൽ പരീക്ഷിക്കുകയുണ്ടായി. അതുപോലെ 1949 ചൈനീസ് റവല്യൂഷൻ മാവോ സേതുങ്ങിന്റെ ലോങ് മാർച്ചിനെല്ലാം ശേഷം ചൈനയിൽ പരീക്ഷിക്കുകയുണ്ടായി. പക്ഷെ രണ്ടിടത്തും പരാജയപ്പെടുകയുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് അത്ര ഫീസിബിൾ ആയിരുന്നില്ല. രണ്ടാമതുള്ളത് ഈ ഒരു പേഴ്സണൽ ഇൻസെന്റീവ്സ് ഇല്ലാത്തത് കൊണ്ടെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഈ രണ്ട് കാരണങ്ങളാൽ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും പരീക്ഷിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളിൽ ഇത് പരാജയപ്പെടുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഇതിനൊരു സോഷ്യലിസ്റ്റ് പാറ്റേൺ പല രാജ്യങ്ങളും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പരീക്ഷിക്കുകയുണ്ടായി. സോവിയറ്റ് യൂണിയന്, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ കീഴിലുണ്ടായിരുന്ന ഒരുപാട് ഈസ്റ്റേൺ ജർമ്മനി, യൂഗോസ്ലോവിയ തുടങ്ങിയ ചെക്കോസ്ലോവാക്യ, ഹംഗറി, റൊമാനിയ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ഈ സോഷ്യലിസ്റ്റ് സിസ്റ്റം ഉണ്ടായി. അതുപോലെ തന്നെ ചൈന, നോർത്ത് കൊറിയ, വിയറ്റ്നാം, അതുപോലെ തന്നെ ക്യൂബ, ഈ രാജ്യങ്ങളിലെല്ലാം പരീക്ഷിക്കുകയുണ്ടായി. അതെല്ലാം ഒരു തരത്തിൽ വിജയകരമായിട്ട് തന്നെ പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നത് വരെ 89 മുതൽ 91 വരെയുള്ള ആ കാലഘട്ടത്തിലാണല്ലോ സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുന്നത്. അപ്പൊ അതിനുശേഷം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെ കീഴിലുണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങളില് ഈ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ നിർത്തലാകുകയും പക്ഷെ ഇപ്പൊ വീണ്ടും ആ രാജ്യങ്ങളിലെല്ലാം ഞാൻ കുറച്ചു മുമ്പ് ഒരു അഭിപ്രായ സർവേ കണ്ടതിൽ പറയുന്നുണ്ട്, ആ രാജ്യങ്ങളിൽ ഭൂരിഭാഗം ആളുകളും സോവിയറ്റ് യൂണിയന്റെ കീഴിലുണ്ടായിരുന്ന ആ ഭരണത്തെയാണ് ഇപ്പം പ്രിഫർ ചെയ്യുന്ന എന്ന രീതിയിൽ. ചില രാജ്യങ്ങളിലെല്ലാം ആ രീതിയിലൂടെ തിരിച്ചു പോകുന്നതിനുള്ള സൂചനകളൊക്കെ ഉണ്ട്. അപ്പൊ എന്നിരുന്നാലും സോവിയറ്റ് യൂണിയൻ തകർച്ചയോടുകൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് സിസ്റ്റം അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി നിലവില് ചുരുങ്ങിയ കുറച്ച് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ക്യൂബയില്, വിയറ്റ്നാമില്, അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് രാജ്യങ്ങള് ഒരുപാട് കോൺട്രവേഴ്സികൾ നിറഞ്ഞ രാജ്യമാണ്. പക്ഷെ എങ്കിൽ കൂടി വിയറ്റ്നാം എല്ലാം ഒരു ചെറിയ ഒരു തേർഡ് വേൾഡ് കൺട്രിക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു അൾട്ടർനേറ്റീവ് മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ വിയറ്റ്നാമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് പല രീതിയിൽ. ഇപ്പൊ ഈ കൊറോണയുടെ കേസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് ഡെമോക്രസിയെയാണ് നമ്മള് പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്നത്.